നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ 4 പേരെ അതിക്രൂരമാംവിധം ചുറ്റികയ്ക്കടിച്ച് കൊല ചെയ്യപ്പെടുത്തുകയും തന്റെ മാതാവിനെ മൃതപ്രായയാക്കിയതുമായ സംഭവം. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നത്, പോലീസിന്റെയും അവസാന റിപ്പോർട്ട് എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതകളാണ് അഫാനെ അതിലേക്ക് നയിച്ചത് എന്നാണ്. എൻ്റെ ഒരു അപഗ്രഥനവും, കാരണം ഞാൻ ആ പ്രദേശവുമായി വളരെ അടുത്ത ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. കാരണം അഫാന്റെ പിതാവ് കഴിഞ്ഞ 7 വർഷവുമായി ബിസിനസ് ഫ്ലോപ്പായി സൗദിയിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ ജോലിയെയും തൊഴിലിനെയും ബിസിനസ്സിനെയും ഒക്കെ ബാധിച്ചതുപോലെ അദ്ദേഹത്തെയും അത് സാരമായി ബാധിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് ഒരു 7 വർഷം എൻ്റെ ഒരു നിഗമനത്തിൽ നാട്ടിലേക്ക് പൈസയൊന്നും അയക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോൾ ഈ അഫാനും അഫാന്റെ മാതാവും ഒക്കെ പൈസ അവിടെ നിന്ന് മറക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. പലിശക്കെടുത്ത്, കൂടിയ പലിശയ്ക്ക് അത് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് നേരത്തെ പലിശയ്ക്ക് എടുത്ത സ്ഥലത്ത് നിന്ന് വീട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നിരിക്കാം. അതായിരിക്കാം അവരെ ഇത്രത്തോളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അവസാനമായി പറയുന്നത്, ഒരു ദിവസം 10,000 രൂപ വരെ പലിശയ്ക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ അവരെത്തിയിരുന്നു എന്നാണ്. കാരണം നമുക്കറിയാം, അഫാന്റെ അനുജൻ പഠിക്കുന്നുണ്ട്, അഫാന്റെ വിദ്യാഭ്യാസം, വീട്ടിലെ ചെലവ്. ഏകദേശം 7 വർഷത്തോളമായ അഫാന്റെ പിതാവിന് നാട്ടിലേക്ക് പൈസ അയക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരിക്കാം ആ കുടുംബത്തെ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിട്ടത്. അതുപോലെ അഫാനെ ഒരു ട്രോമയിലായിരുന്നിരിക്കാം അഫാൻ. അതായിരിക്കാം ഒരുപക്ഷെ ഈ 4 പേരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് അഫാനെ എത്തിച്ചത്. അതാണ് പോലീസും മാധ്യമങ്ങളുമൊക്കെ നൽകുന്ന റിപ്പോർട്ട്. പക്ഷെ കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ആ ചാനലുകളുടെ ഒന്നും പേര് പറയുന്നില്ല, ചില ചാനലുകൾ ഇത് വേറൊരു രീതിയിൽ കുത്തിത്തിരിച്ചു വിടുവാൻ ശ്രമിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അവരൊക്കെ പറയുന്നത് അഫാന്റെ ഒരു ഭീകരവാദ ബന്ധമാണ്. അഫാൻ ഈ പാതിരാത്രികളിലൊക്കെ പുറത്തു പോകുമായിരുന്നു. അതൊക്കെ ഏതോ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടാണ്. അഫാൻ അവരുടെ ഒരു മാതൃകയിലാണ് ഈ തലയ്ക്ക് ചുറ്റിയ കൊണ്ട് അടിച്ചു കൊല്ലുന്ന രീതി അവരുടെ പരിശീലന ഫലമായെന്നൊക്കെ പറഞ്ഞ് ഒരു ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ സൃഷ്ടിക്കുവാനുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ തലക്കടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എങ്ങനെ റേപ്പ് ചെയ്യാമെന്ന് പോലും ഇപ്പോൾ ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു സാമൂഹിക അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പർപ്പസ്ഫുള്ളി ഒരു ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ സൃഷ്ടിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് ഈ അഫാൻ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമോടെ സ്ഥലത്ത് നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ കൊന്നതെന്നൊക്കെ പറയുന്നത്. കാരണം അത് തീർത്തും സാമ്പത്തികമായ കാര്യങ്ങളായിരുന്നു എന്നത് മാധ്യമങ്ങളും പ്രത്യേകിച്ച് പോലീസുമൊക്കെ അവസാന നിമിഷവും ഇന്ന് പോലും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പർപ്പസ്ഫുള്ളി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഇസ്ലാമോഫോബിയ വളർത്തി അതിൽ നിന്ന് മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയാം. അത് വളരെ മോശം ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ആദ്യമായിട്ടല്ല. നമ്മൾ ഈ കളമശ്ശേരി സ്ഫോടനമുണ്ടായപ്പോൾ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ പോലും അങ്ങനെ ഒരു നിർവചനത്തിലെത്തി എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഗോപൻ സ്വാമിയുടെ സമാധി അല്ല എന്നും അങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ആ പ്രദേശത്തെ ഈ ഗോപൻ സ്വാമിയുടെ അയൽക്കാർ തന്നെ ഉയർത്തിയപ്പോൾ അത് ഒരു ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന പേരിൽ ഗോപൻ സ്വാമിയുടെ മക്കളും പറഞ്ഞു വരുത്തി. അപ്പോൾ ഈ സമൂഹത്തിൽ ചിലവില്ലാത്ത ഒരു മുതൽ മുടക്കില്ലാത്ത ഒരു ബിസിനസ്സായി ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നു എന്നത് വളരെ അപകടകരമാണ്. ഇനി ഞാൻ മറ്റൊന്നുകൂടി പറയാം. കാരണം ഈ അടുത്ത കാലത്താണ് ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒരു 19-കാരിയോ 20-കാരിയോ ഒളിച്ചോടിയത്. ചേട്ടൻ കുറച്ചു ദിവസങ്ങൾ ഈ അനിയത്തിയുമായിട്ട് കറങ്ങി. അതിനുശേഷം അവരുടെ സ്വർണവും ആഭരണങ്ങളും ഒക്കെ തീർന്നപ്പോൾ ഉപേക്ഷിച്ചു. ചേച്ചിയുടെ ഹസ്ബൻഡിനെ അടിച്ചു കൊണ്ടുപോയ ആൾ എന്ന രീതിയിൽ ആ പെൺകുട്ടിയെ വീട്ടിലോട്ട് കയറ്റാൻ കുടുംബക്കാർ തയ്യാറായില്ല. അപ്പോൾ അവൾ പറഞ്ഞൊരു നമ്പറുണ്ട്, ഞാൻ ഉടനെ ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന്. അപ്പോൾ കുറേ ഹൈന്ദവ സംഘടനകൾക്ക് ഇടപെട്ട് ആ പെൺകുട്ടിയെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ കയറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് ഈ ഇസ്ലാമോഫോബിയ മാറിയിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ ഒന്നും കൂടി പറയാം. ഈ അടുത്ത കാലത്ത് പാലക്കാട് തൃത്താലയിൽ നടന്ന ഒരു പ്രാദേശിക ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത, ആനപ്പുറത്ത് ഹമാസിന്റെ നേതാക്കന്മാരെ എഴുന്നള്ളിച്ചു എന്ന വാർത്ത, അത് ഉറൂസുമായി ബന്ധപ്പെട്ടെന്ന് കേരളത്തിലെ പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണെന്ന് കേരളത്തിലെ ചില
പ്രമുഖ മാധ്യമങ്ങളും കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. സത്യത്തിൽ അത് അങ്ങനെയല്ലായിരുന്നു. അത് പ്രാദേശികമായി അവിടെ നടന്ന ഒരു ഉത്സവമായിരുന്നു. അതിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അവിടുത്തെ മുൻ MLA യും KPCCയുടെ വൈസ് പ്രസിഡന്റുമായ VT ബലറാം, ഇപ്പോഴത്തെ MLA യും മന്ത്രിയുമായ MB രാജേഷ്, അതുപോലെ BJPയുടെ നേതാക്കന്മാരൊക്കെ സുവനീറുമായി ബന്ധപ്പെട്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ വിവാദമായി. അവിടെ ഹമാസിന്റെ നേതാക്കന്മാരുടെ കട്ടൗട്ടുകൾ ആനപ്പുറത്ത് ഉയർത്തി എന്നതുമായി ബന്ധപ്പെട്ട് അതും ഒരു ഇസ്ലാമോഫോബിയ എങ്ങനെ വിൽക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. പ്രത്യേകിച്ച് ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് ഇന്ത്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഇതുമായി തുടർന്ന് വന്ന വാർത്തകളൊക്കെ സങ്കല്പങ്ങളുടെയൊക്കെ വലിയ ഒരു ഉദാഹരണമായി എന്ന് പറയാം. കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലെ ഒരു ചേച്ചി വിളിച്ചു പറഞ്ഞത്, ഈ വീഡിയോ കണ്ടിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിസ നിഷേധിക്കുന്നതെന്നാണ്. ഞാൻ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ഫ്രണ്ട്സും ഒക്കെ ഗൾഫിലുണ്ട്. മാത്രമല്ല ഞാനും ദീർഘകാല പ്രവാസിയായിരുന്ന ആളാണ്. അപ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു രൂപരേഖയുമില്ല. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചിത്രം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ വിസ നിഷേധിക്കുന്നതായിട്ട്. മാത്രമല്ല ഈ അടുത്ത സമയത്തും ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ, ഈ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഗൾഫിൽ ജോലി തേടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭീതി പടർത്തുക, ആ സമൂഹത്തിനിടയിലും മറ്റുള്ളവരുടെ ഇടയിലും ഒരു ഭീതി പടർത്തുക, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിക്കുക എന്ന രീതിയിൽ ഇവിടെ ഒരു മാധ്യമ സംസ്കാരം രൂപപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടി പറഞ്ഞു പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സ്റ്റേ വിത്ത് ലെബനൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുന്ന സമയത്ത് അവരുടെ ബാനറുകളും അതുപോലെ ലൈറ്റുകളും ഒക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നും എൻ്റെ സുഹൃത്തുക്കൾ പറയണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ വിഷ ചാനലുകളൊക്കെ പ്രകടിപ്പിക്കുന്ന ഈ വാർത്താ സംസ്കാരം അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഞാൻ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറയാം. നമ്മൾ നൂറ ആദില എന്ന് പറയുന്ന കേരളത്തിലെ ലെസ്ബിയൻ ദമ്പതികൾ എല്ലാവർക്കും പ്രശസ്തരാണല്ലോ. കാരണം അവരെ ചിലരൊക്കെ എതിർക്കുന്നതിന് കാരണം അവർ മാതാപിതാക്കളെ നിഷേധിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. കാരണം മാതാപിതാക്കൾക്ക് മക്കളെ പറ്റിയുള്ള സങ്കല്പങ്ങളുണ്ടാകാം. അത് നമ്മൾ ഈ പ്രായത്തിലൊന്നും മനസ്സിലാകില്ല. നമ്മളും വളർന്നൊരു മാതാവോ പിതാവോ ആകുമ്പോഴോ നമ്മുടെ മക്കൾ നമ്മളെ ധിക്കരിച്ചു പോകുമ്പോഴേ ഇത്തരം കാര്യങ്ങളുടെ ഒരു തീവ്രതയും അത്രയും വിഷമതയും മനസ്സിലാകും. അപ്പോൾ ഈ ലെസ്ബിയൻ ദമ്പതികളൊക്കെ ചിലരൊക്കെ വന്നിങ്ങനെ അവരുടെ വീഡിയോകളിലൊക്കെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഈ മേക്കപ്പും ക്രീമും അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ നാട്ടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന ചാനലുമല്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് 2-3 ദിവസം മുമ്പ് അവർ ആരിഫ് ഹുസൈനെ സന്ദർശിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ യാദൃച്ഛികമായി കാണാനിടയായി. കാരണം ആരിഫ് ഹുസൈൻ ഇസ്രായേലിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ ചോക്ലേറ്റൊക്കെ ഇവർക്ക് കൊണ്ട് കൊടുത്തു. ഇവരുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. പിന്നെ ആരിഫ് ഹുസൈൻ്റെ വീഡിയോയിലും ഇവരെ കണ്ടു. അതിനുശേഷം ആരിഫ് ഹുസൈനെ കണ്ടതിന് ശേഷം ഇവരുടെ ആറ്റിറ്റ്യൂഡുകൾ, ഇവരുടെ വീഡിയോകളിൽ വലിയ മാറ്റം വന്നു. കാരണം ഇപ്പോൾ അവർ സംസാരിക്കുന്നത് ഈ ഖുറാനെയും അതുപോലെയുള്ള ഇസ്ലാമിക സംസ്കാരങ്ങളെയും സിംബലുകളെയും അവഹേളിച്ചുകൊണ്ടും അങ്ങനെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആരിഫ് ഹുസൈനിൽ നിന്ന് ഇവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടി യൂട്യൂബ് ചാനൽ രക്ഷപ്പെടണമെങ്കിൽ ഇത് ഒരു ഇസ്ലാമോഫോബിയ നിങ്ങൾ പകർത്തുക അല്ലെങ്കിൽ പടർത്തുക എന്ന്. കാരണം ആരിഫ് ഹുസൈനെ സന്ദർശിച്ച ശേഷമാണ് ഇവരുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള സാരമായ മാറ്റങ്ങൾ വന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ലാഭകരമായി ഒട്ടും ഇൻവെസ്റ്റ് ഇല്ലാതെ ചെയ്യുവാൻ പറ്റുന്നൊരു ബിസിനസ്സായി ഇസ്ലാമോഫോബിയ വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ പെട്ടിട്ടില്ല എന്ന് പറയാമെങ്കിലും കേരളത്തിലെ ചില ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. എന്തായാലും ഇത് സമൂഹത്തിൽ പടർത്തിവിടുന്ന ഒരു അസഹിഷ്ണുത വളരെ വലുതാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കേരളം ഇനിയും പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.